നമസ്കാരം. ഇന്ത്യയിൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് പ്രചാരമേറി വരികയാണ്. ഓലയും മീറ്ററും TVSഉം ഹീറോയും ബജാജും എല്ലാം വൈദ്യുത വാഹനങ്ങളിലൂടെ പണം വാരുമ്പോൾ പരൽ മീനുകളെ പോലെ ധാരാളം സ്റ്റാർട്ടപ്പ് ബ്രാൻഡുകളും വിപണിയിലുണ്ട്. വർഷങ്ങളായി ഉയർന്നു നിൽക്കുന്ന പെട്രോൾ വില കാരണമാണ് ആളുകളെല്ലാം EVകളിലേക്ക് ആകൃഷ്ടരായി മാറിയതെന്ന് നിസ്സംശയം പറയാവുന്നതാണ്. ഒപ്പം വിശ്വസ്തരായ ബ്രാൻഡുകളും സജീവമായതോടെ ആളുകൾക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായി. സ്വദേശികൾക്കൊപ്പം വിദേശീയരായ EV നിർമ്മാതാക്കളും രാജ്യത്തേക്ക് കടന്നു വന്നതോടെ അനവധി മോഡലുകളാൽ വിപണി സമ്പന്നമാവുകയും ചെയ്തിട്ടുണ്ട്. ഇക്കൂട്ടത്തിലെ സ്റ്റൈലിഷ് ബ്രാൻഡാണ് VLF എന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ ഇലക്ട്രിക് ഇരുചക്ര വാഹന ബ്രാൻഡായ വെലോസിഫെറോ. VLF ടെന്നീസ് 1500 വാട്ട് ഇലക്ട്രിക് സ്കൂട്ടറിലൂടെ ഇന്ത്യക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ബ്രാൻഡ് ഇപ്പോഴിതാ പുത്തനൊരു EVയുമായി വീണ്ടും വിപണിയിലേക്ക് എത്തുകയാണെന്ന സൂചന തന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി VLF ഇന്ത്യ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുതിയ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ടീസറും പങ്കുവച്ചിട്ടുണ്ട്. മോഡൽ ഏതായിരിക്കുമെന്ന് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും 2025 ഏപ്രിൽ 2-ന് പുതിയ EV പുറത്തിറക്കുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ വെലോസിഫെറോ ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന ഒരേയൊരു ഇലക്ട്രിക് സ്കൂട്ടറായ VLF ടെന്നീസ് EVയുടെ കൂടുതൽ താങ്ങാനാവുന്ന പതിപ്പായിരിക്കും വരാനിരിക്കുന്ന മോഡൽ എന്നാണ് സൂചന. അതുമല്ലെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ ലഭ്യമായ കൂടുതൽ ശക്തവും കൂടുതൽ റേഞ്ച് ഉള്ളതുമായ ടെന്നീസ് 4000 വാട്ട് ഇലക്ട്രിക് സ്കൂട്ടർ ആയിരിക്കും രാജ്യത്തിനായി സമ്മാനിക്കുക. ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ പങ്കുവച്ചിരിക്കുന്ന ടീസർ ചിത്രത്തിൽ പുതിയ സ്കൂട്ടറിന്റെ LED ടെയിൽ ലൈറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. VLF ടെന്നീസ് 1500 വാട്ട് EVയിൽ ലഭ്യമായതിന് സമാനമാണിത്. ബ്രാൻഡ് നിരയിലെ ടെന്നീസ് 4000 വാട്ട് പതിപ്പിലും സമാനമായ LED ടെയിൽ ലൈറ്റ് ഉണ്ടെന്നതും രസകരമായ കാര്യമാണ്. കഴിഞ്ഞ വർഷം നവംബറിലാണ് VLF ടെന്നീസ് 1500 വാട്ട് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുന്നത്. 1.29 ലക്ഷം രൂപയുടെ എക്സ്ഷോറും വിലയിലെത്തിയ റെട്രോ തീം ഇലക്ട്രിക് സ്കൂട്ടർ ലുക്കിന്റെ കാര്യത്തിൽ പലരെയും ആകർഷിക്കുകയും ചെയ്തിരുന്നു. സ്നോഫ്ലേക്ക് വൈറ്റ്, ഫയർ ഫ്യൂറി ഡാർക്ക് റെഡ്, സ്ലേറ്റ് ഗ്രേ എന്നീ 3 കളർ ഓപ്ഷനുകളിൽ ആളുകൾക്ക് സ്വന്തമാക്കാനും സാധിക്കും. 2.5 കിലോവാട്ട് ബാറ്ററി പാക്കാണ് VLF ടെന്നീസ് 1500 വാട്ട് ഇലക്ട്രിക് സ്കൂട്ടറിന് കരുത്തു പകരുന്നത്. ഒറ്റ ചാർജിൽ 130 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ EVക്ക് സാധിക്കുകയും ചെയ്യും. ടെന്നീസ് 1500 വാട്ട് EVയുടെ ഇലക്ട്രിക് പവർ ട്രെയിൻ മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ പ്രാപ്തമാണ്. ഇലക്ട്രിക് സ്കൂട്ടർ പൂർണ്ണമായും ചാർജ് ചെയ്യാൻ 3 മണിക്കൂർ മാത്രമാണ് വേണ്ടിവരിക. കണ്ടാൽ ഭീമനായി തോന്നുമെങ്കിലും ഉയർന്ന ടെൻസൈൽ സ്റ്റീൽ ഫ്രെയിമിൽ നിർമ്മിച്ചിരിക്കുന്ന ടെന്നീസ് 1500 വാട്ട് EVക്ക് വെറും 88 കിലോഗ്രാം ഭാരം മാത്രമാണുള്ളത്. അതായത് പല പെട്രോൾ സ്കൂട്ടറുകളെക്കാളും ഭാരം കുറവാണെന്ന് സാരം.